നമസ്കാരം. നാട്ടിൻ പുറത്തേക്ക് സ്വാഗതം. ഈ ലക്കം നാട്ടിൻ പുറം തുടങ്ങുന്നത് ഒരു വൈറൽ ദൃശ്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടോടെയാണ്. കണ്ണൂർ കരുവഞ്ചാലിലെ ടോമി ബക്കറ്റ് വെള്ളത്തിൽ വീണ കുഞ്ഞൻ എലിയെ രക്ഷിച്ചതാണ് ദൃശ്യം. 1.5 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഈ എലിക്കുഞ്ഞ് ഇപ്പോൾ കരുവഞ്ചാലിലെ താരമാണ്. ടോമിയാകട്ടെ ഭക്ഷണവും വെള്ളവുമെല്ലാം കൊടുത്ത് നന്നായി പരിപാലിക്കുന്നുമുണ്ട്. അയൽപ്പക്കത്തെ വീട്ടിൽ വല്ലാത്ത എലിശല്യം. വീട്ടുകാർ എലിക്കണി വെച്ചുവെങ്കിലും കെണിയിൽ വീണ എലി വളരെ ഈസിയായി പുറത്തു ചാടി പോവുകയാണ്. എലി കുടുങ്ങാത്തതിന്റെ കാരണം അന്വേഷിച്ചിറങ്ങിയതാണ് ടോമി. ഒരു ദിവസം വീട്ടിലെ ബക്കറ്റിൽ അവൻ വീണു. എലിക്കുഞ്ഞായിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. പിന്നീടാണ് മനസ്സിലായത് ഇതൊരു അസാധാരണ എലിക്കുഞ്ഞനാണെന്ന്. പക്ഷേ മുമ്പ് ഇത്തരം ഒരു സാധനത്തിനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് റെയർ സ്പീഷ്യസ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മറ്റുള്ളവർ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഒരു ഗ്ലൗസ് കൂട്ടിയെടുത്ത് ഒരു ബോട്ടിലിനകത്താക്കി വെച്ചു. വലിഞ്ഞു നിൽക്കുമ്പോൾ ഒരു 1.5 ഇഞ്ച് തോന്നിക്കും, അല്ലെങ്കിൽ ചുരുണ്ടിരിക്കുമ്പോൾ 1 ഇഞ്ചിലും താഴെ. ഒരു രൂപ കോയിൻ്റെ കൂടുതൽ ഇട്ടപ്പം കോയിനേക്കാളും ചെറുതുപോലെ എനിക്ക് തോന്നി. വാലൊരു 2 ഇഞ്ച് കൂടെ ഉണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ലോകത്തിലെ ഏറ്റവും ചെറിയ എലിക്ക് പോലും ഇതിൽ കൂടുതൽ വലിപ്പമുണ്ടെന്ന്. ഫോട്ടോയെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടെ കമന്റുകളും എത്തി. പക്ഷേ ഇത് ഏത് ജനുസിൽപ്പെട്ടതാണെന്ന് പറയാൻ ഇതുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ല. 2 രൂപ കോയിന്റെ വലിപ്പം പോലുമില്ലാത്ത ഈ കുഞ്ഞനെലിയെക്കുറിച്ച് കേട്ടറിഞ്ഞവർ ടോമിയുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അപൂർവ ഇനത്തിൽപ്പെട്ട ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആരെങ്കിലും എത്താതിരിക്കില്ല എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ടോമിയും കുടുംബവും. ന്യൂസ് 18 ആലക്കോട്. തിരുവനന്തപുരം പാലോട് ഇടിഞ്ഞാർ സ്കൂളിലെ അസ്നമോൾ വലിയ സന്തോഷത്തിലാണ്. പ്രിയപ്പെട്ട ആട് കൈവിട്ടുപോയ സങ്കടത്തിലായിരുന്നു ഈ പെൺകുട്ടി. സ്കൂളിലെ ആഗ്രഹപ്പെട്ടിയിൽ അസ്ന തനിക്കൊരു ആടിനെ വേണമെന്ന ആഗ്രഹം എഴുതിയിട്ടു. അധ്യാപകർ മുൻകൈയെടുത്ത് അസ്നമോൾക്ക് ആടിനെ വാങ്ങി നൽകി. അസ്നമോളുടെയും കുഞ്ഞാറ്റ എന്ന ആടിന്റെയും വിശേഷങ്ങളാണ് ഇനി. ഇടിഞ്ഞാർ സർക്കാർ ട്രൈബൽ സ്കൂളിലെ ആഗ്രഹപ്പെട്ടിയിൽ 5ാം ക്ലാസ്സുകാരി അസ്നമോൾ കുറിപ്പെഴുതിയിട്ടു. എന്റെ കൂട്ടുകാരിയായിരുന്നു കുഞ്ഞാറ്റയാട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ. എന്നാൽ വാപ്പയുടെ ചികിത്സയ്ക്ക് കാശ് തികയാതെ വന്നപ്പോൾ ഉമ്മ അവളെ വിറ്റു. കുഞ്ഞാറ്റയെ വിറ്റതോടെ വലിയ സങ്കടത്തിലാണ് ഞാൻ. എനിക്കൊരാടിനെ വാങ്ങി നൽകാമോ? ആഗ്രഹപ്പെട്ടി എന്ന മാജിക് ബോക്സിൽ നിന്ന് കുറിപ്പ് കിട്ടിയ അധ്യാപകർ അസ്നമോളുടെ ആഗ്രഹം സഫലീകരിച്ചു. തവിട്ടും വെള്ളയും നിറമുള്ള പുതിയ ആടിനും അസ്നമോൾ പേരിട്ടു കുഞ്ഞാറ്റയെന്ന്. ടീച്ചർ ലിബിന ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എഴുതിയിടാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ എഴുതിയിട്ടു. എനിക്കിത് കുഞ്ഞാറ്റ എന്നാണ് ആടിൻ്റെ പേരും. എനിക്ക് HM എല്ലാവരും കൂടെ എനിക്കൊരാടിനെ തന്നു. ആട്ടുംകുട്ടിയുടെ പേരാണ് കുഞ്ഞാറ്റ. ആദിവാസി ഊരുകളിൽ നിന്നടക്കം പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അധ്യാപകർ മുൻകൈയെടുത്താണ് ആഗ്രഹപ്പെട്ടി സ്ഥാപിച്ചത്. കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അധ്യാപകർ മുൻകൈയെടുത്ത് സാധിച്ചു നൽകും. അസ്നയുടെ പിതാവ് ഷിബുവിന്റെ ക്യാൻസർ ചികിത്സയ്ക്കായാണ് അസ്നയുടെ കൂട്ടുകാരിയായ കുഞ്ഞാറ്റയെ ഉമ്മ ഫാത്തിമ വിറ്റത്. ഇപ്പോൾ അസ്നയുടെ പിതാവ് ജീവിച്ചിരിപ്പില്ല. ഇനി നല്ല എഴുത്തുകാരിയാകണമെന്നാണ് അസ്നമോളുടെ ആഗ്രഹം. ന്യൂസ് 18 തിരുവനന്തപുരം. വിനോദയാത്ര പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടികളുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. എന്നാൽ പണമില്ലാതെ വിനോദയാത്ര പോകാനാകാത്ത കുട്ടികളും ഏറെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ആരും സങ്കടപ്പെടരുത് എന്ന് തീരുമാനിച്ച ഒരു സ്കൂളും അധ്യാപകരുമുണ്ട്. കോഴിക്കോട് മുക്കത്ത്. പണം നൽകാത്തവർ എന്നോ നൽകിയവരെന്നോ ഭേദമില്ലാതെ എല്ലാ വിദ്യാർത്ഥികളുമായിട്ടാണ് ഓമശ്ശേരി പുത്തൂർ ഗവൺമെന്റ് UP സ്കൂൾ ഇക്കുറി വിനോദയാത്ര നടത്തിയത്. അഞ്ചു വർഷമായിട്ടും ഒരു തവണ പോലും വിനോദയാത്ര പോകാത്ത നിരവധി വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ അധ്യാപകരും രക്ഷിതാക്കളും വ്യത്യസ്തമായ ഒരു ആലോചന നടത്തി. എല്ലാവരെയും പങ്കെടുപ്പിച്ച് വേണം വിനോദയാത്ര. പണമടയ്ക്കാൻ കഴിയുന്നവരിൽ നിന്ന് പണം വാങ്ങി മറ്റു കുട്ടികളുടെ ചിലവ് വഹിക്കാൻ സ്പോൺസർമാരെ കണ്ടെത്തി. അങ്ങനെ കോഴിക്കോട് ഓമശ്ശേരി പുത്തൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 467 വിദ്യാർത്ഥികളും 25 രക്ഷിതാക്കളും ഉൾപ്പെടെ 517 പേർ വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടു.
ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓമശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് പ്ലാനറ്റോറിയത്തിൽ സന്ദർശനം നടത്തിയ സംഘം തുടർന്ന് ട്രെയിനിൽ കാപ്പാടെത്തി. കാപ്പാട്ടെ കാഴ്ചകൾ കാണുക മാത്രമല്ല, ബീച്ച് ശുചീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷമായി പുത്തൂർ ഗവൺമെൻറ് UP സ്കൂൾ നടത്തിയ പഠനയാത്രകളിലൊന്നും പങ്കെടുക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ ഒരു യാത്രയ്ക്ക് ഞങ്ങൾ പ്രേരിപ്പിച്ചത്. ആദ്യമായി വിനോദയാത്രയ്ക്ക് പോകുന്നതിന്റെ സന്തോഷവും കുട്ടികൾ പങ്കുവച്ചു. ഞാനിതുവരെ ഏറ്റവും ഒരു സ്കൂളിലും പഠനയാത്ര പോയിട്ടില്ല. പുത്തൂർ സ്കൂളിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായി തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. വിദ്യാർത്ഥികൾക്കായി സ്കൂൾ മാതൃകാപരമായി ഒരുക്കിയ വിനോദയാത്ര നാടിന്റെ ആകെ പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ യാത്രയാക്കാൻ കൊടുവള്ളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൽ ഖാദർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ, പ്രസിഡന്റ് PV സാദിഖ്, പ്രധാന അധ്യാപകൻ PA ഹുസൈൻ, SMC ചെയർമാൻ PV മൂസ തുടങ്ങിയവരും എത്തിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. നാട്ടിൻപുറത്തിൽ ഇനി കുട്ടികളുടെ ഒരു ഉത്സവത്തെക്കുറിച്ചാണ്. കാസർഗോഡ് ചെറുവത്തൂർ അച്ചാന്തുരുത്തി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലാണ് ഈ ഉത്സവം നടന്നത്. ചടങ്ങുകളുടെയെല്ലാം മുഖ്യസ്ഥാനം കുട്ടികൾക്കായിരുന്നു. ക്ഷേത്രത്തിലെ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നതും കുട്ടികൾ തന്നെ. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് അച്ചാംതുരുത്തിയിൽ ഒറ്റക്കോലവും അനുഷ്ഠാന കർമ്മങ്ങളും നടക്കുന്നത്. ക്ഷേത്രത്തിൽ നിത്യദീപം തെളിയിക്കുന്നതും നോറ്റിരിക്കുന്നതും കുട്ടികളാണ്. ക്ഷേത്രം ഭരണസമിതിയുടെ ഭാരവാഹിത്വവും കുട്ടികൾക്കാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഒറ്റക്കോലം എന്ന പേരിലാണ് കളിയാട്ടം അറിയപ്പെടുന്നത്. 100 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് അന്നത്തെ കുട്ടികൾ ഉറക്കമൊഴിയാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു വിദ്യയായിരുന്നു ഈ തെയ്യംകെട്ട്. മച്ചിങ്ങ ശേഖരിച്ച് കൊണ്ടുവന്ന് അത് മേലേരി ഉണ്ടാക്കി വാഴപ്പൂള കൊണ്ടുള്ള പള്ളിയറിയും അന്നത്തെ കാലത്ത് മുരുക്ക് കൊണ്ടുള്ള വാളം തീർത്ത് കുട്ടികൾ തെയ്യം കെട്ടി കളിച്ചു എന്നുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ ഐതിഹ്യമായി പറയുന്നത്. ശിവരാത്രി നാളിൽ ഉറക്കമൊഴിയാനായി കുട്ടികൾ തെയ്യം കെട്ടിക്കളിച്ചു. വാഴപ്പോള കൊണ്ട് പള്ളിയറയും മുരുക്കുമരം കൊണ്ട് വാളും മച്ചിങ്ങ കൊണ്ടുള്ള മേലേരിയും തീർത്ത് കുട്ടികൾ വിഷ്ണുമൂർത്തിയുടെ കോലം കെട്ടി കനലാട്ടം നടത്തി. കളിയോട് എതിർപ്പുമായി മുതിർന്നവർ എത്തിയതോടെ തെയ്യം കെട്ടിക്കളി അവസാനിപ്പിച്ചു. പിന്നാലെ ഗ്രാമത്തിൽ വസൂരി പടർന്നെന്നും ആരൂഢം നിർമ്മിച്ച് ദേവനെ കുടിയിരുത്തിയെന്നുമാണ് വിശ്വാസം. കുട്ടികൾക്ക് പ്രാധാന്യം നൽകി 1942 മുതലാണ് ഉത്സവം പുനരാരംഭിച്ചത്. കളിയാട്ടത്തിന്റെ ഭാഗമായി പുലർച്ചെ നടക്കുന്ന വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം കാണാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ന്യൂസ് 18 ചെറുവത്തൂർ. കോഴിക്കോട് വെളിമണ്ണയിലെ സർക്കാർ UP സ്കൂൾ ഒരു വർണ്ണ കൂടാരമായിരിക്കുകയാണ്. പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്കായി മികച്ച ഭൗതിക സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ NITയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വർണ്ണ കൂടാരവും ഒരുങ്ങിയതോടെ മൊത്തത്തിൽ ഗംഭീരമായിരിക്കുകയാണ് സ്കൂൾ. ലാണ് വെളിമണ്ണ GMUP സ്കൂൾ തുടങ്ങുന്നത്. പഠന നിലവാരത്തിനോടൊപ്പം ഭൗതിക സൗകര്യങ്ങളും മികച്ചതാണ് ഇവിടെ. 740 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ക്ലാസ് മുറികളും പരിസരവും മനോഹരമാക്കിയിട്ടുണ്ട്. 10 ലക്ഷം രൂപ ഇതിനായി ചെലവിട്ടു. 13 ഇടങ്ങളാണ് വർണ്ണക്കൂടാരത്തിന്റെ പ്രത്യേകത. 13 ഇടങ്ങളാണ് ഈ സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പുറത്തായിട്ട് ഹരിതോദ്യാനവും അതോടൊപ്പം കളിയിടവുമൊക്കെ ഈ ക്ലാസ് റൂമുകളുടെ പുറത്താണ് സംവിധാനിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടതാണ് 13 ഇടങ്ങൾ. വർണ്ണക്കൂടാരം ഒരുങ്ങിയതോടെ സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറി. ചുമരുകൾ ചിത്രങ്ങളാൽ നിറഞ്ഞു. ഉല്ലാസത്തിനുള്ള പാർക്കുകൾ, ക്ലാസ് മുറികൾ ഡിജിറ്റലായി. കളിയാണ് രീതി, സ്നേഹമാണ് ഭാഷ എന്ന ആപ്തവാക്യം ശരിക്കും അന്വർത്ഥമാക്കുന്ന രീതിയിൽ അവർക്ക് പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ ഈ വർണ്ണക്കൂടാരം കുട്ടികളെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. NITയിലെ വിദ്യാർത്ഥികളാണ് ചുമരുകളിൽ വർണ്ണക്കൂടാരം തീർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. സ്കൂളിലെ അധ്യാപികമാരും ചുവരിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ചുവെച്ചു.
സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം നാട്ടുകാരും ഒരുമിച്ച് നിന്നതിന്റെ വിജയമാണിതെന്ന് PTA പ്രസിഡന്റ് TK അൻവർ സാദത്ത് പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥികളാണെങ്കിലും പ്രവാസികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ഒക്കെ തന്നെ സജീവമായി ഇതിലെല്ലാ വികസന പ്രവർത്തനങ്ങളും അവരുടേതായ പങ്കാളിത്തമുണ്ട്. അധ്യാപനം ജോലി മാത്രമല്ലെന്നും അത് സമൂഹത്തോടുള്ള കടമയാണെന്നുമാണ് ഇവർ കാട്ടിത്തരുന്നത്. ന്യൂസ് 18 താമരശ്ശേരി. ആദിവാസി ഗോത്ര സംസ്കാരത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഇടുക്കി കോവിൽമലയിലെ കലവൂട്ട് ഉത്സവം. മലദൈവങ്ങളെ സാക്ഷി നിർത്തിയുള്ള പാട്ടും പരമ്പരാഗത കലയായ കൂത്തുമെല്ലാം ചേർന്നതാണ് ഇത്. കോവിൽമലയിലെ മന്നാ വിഭാഗക്കാരുടെ നേതൃത്വത്തിലാണ് ഉത്സവം നടത്തുന്നത്. വിളവെടുപ്പുത്സവമായും മരിച്ചവരുടെ ആത്മശാന്തിക്കായുമാണ് കാലാവൂട്ട് ഉത്സവവും ആദിവാസി പരമ്പരാഗത കലയായ കൂത്തും നടത്തുന്നത്. മലദൈവങ്ങളെ സാക്ഷി നിർത്തിയുള്ള പാട്ടാണ് കൂത്തിൽ അവതരിപ്പിക്കുന്നത്. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയാണ് കൂത്ത് ആടുന്നത്. കാലാവൂട്ട് ദിവസം കേരളത്തിലെ മന്നാൻ ആദിവാസി കുടികളിൽ നിന്നുള്ളവരെല്ലാം രാജാവായ രാമൻ രാജമന്നാന്റെ കോവിൽമലയിൽ എത്തും. പല നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു 6-7 നൂറ്റാണ്ടുകളുടെ പഴക്കം ഈ ഒരു കലാരൂപത്തിനുണ്ട്. അതിനെ കാണാനും കേൾക്കാനും എല്ലാം നിരവധി ആളുകൾ വന്ന് പങ്കെടുക്കുന്ന ഒരു പ്രവണത ഇവിടെ കാണാം. ആ രീതിയിലുള്ള ഒരു ബൃഹത്തായ ഒരു മഹോത്സവമാണ് കാലാവൂട്ട്. ഈ മഹോത്സവത്തിൽ പങ്കാളികളാവാൻ എല്ലാവരെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. സമുദായ നേതാക്കളായാലും ശരി, സമുദായ അംഗങ്ങളായാലും ശരി, മറ്റിതര എല്ലാ ആളുകൾക്കും ഈ ഒരു കലാരൂപം കാണാനും അതുപോലെ തന്നെ ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കും. സന്ധ്യയ്ക്ക് തുടങ്ങുന്ന പാരമ്പര്യ കൂത്ത് പിറ്റേ ദിവസം പുലർച്ചെ വരെ നീളും. 42 കുടികളിലെയും ഉത്സവത്തിന് ശേഷമാണ് കോവിൽമലയിലെ രാജസന്നിധിയിൽ അവസാന കാലാവൂട്ട് നടക്കുന്നത്. പരമ്പരാഗത അനുഷ്ഠാന കലകൾ ഇല്ലാതാകുമ്പോൾ കാടിനുള്ളിലെ ജനതയുടെ ചരിത്രത്തിന്റെ അവശേഷിപ്പ് കൂടിയാവുകയാണ് കാലാവൂട്ട്. ന്യൂസ് 18 ഇടുക്കി. ഇനിയൊരു വിളവെടുപ്പ് ഉത്സവത്തിന്റെ റിപ്പോർട്ടാണ്. കോതമംഗലം പല്ലാരിമംഗലത്തെ 100 ഏക്കറിലാണ് വിളവെടുപ്പ് നടന്നത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ മുണ്ടകൻ കൃഷി. നെൽകൃഷിയിൽ സജീവമാവുകയാണ് പല്ലാരിമംഗലത്തെ കർഷകർ. ഇതിന്റെ ഭാഗമായാണ് 100 ഏക്കറിൽ മുണ്ടകൻ കൃഷി ഇറക്കിയത്. പല്ലാരിമംഗലം പഞ്ചായത്ത് ആവശ്യമായ സഹായം നൽകി. കൃഷിയിൽ നല്ല വിളവ് കിട്ടി. മുണ്ടകൻ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നെൽകൃഷിയെ തിരികെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഒരു വീണ്ടും അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ശ്രമത്തിലാണ് പല്ലാരിമംഗലം പഞ്ചായത്ത്. ഇതിൻ്റെ ഭാഗമായി ചെറുകിട നാമമാത്ര കർഷകർക്ക് എല്ലാവിധ പ്രോത്സാഹനവും സഹായവും നൽകി വരുന്നു. ഇന്ന് ഇവിടെ ഈ വർഷം നമുക്ക് 100 ഏക്കർ നെൽപ്പാടത്ത് കൃഷി ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിലും മുഴുവൻ നെൽപ്പാടവും തരിച്ചിടാതെ തന്നെ കൃഷിയോഗ്യമാക്കുക എന്നുള്ള തീവ്രമായ ശ്രമത്തിലാണ് പല്ലാരിമംഗലം പഞ്ചായത്ത്. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും നെൽകൃഷി നടത്തുവാൻ തയ്യാറായി വരുന്ന കർഷകർക്ക് വേണ്ട സഹായങ്ങളും നൽകുവാനുള്ള കൂടുതൽ പദ്ധതികൾ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നുണ്ട്. നെല്ലിനു പുറമെ പച്ചക്കറി കൃഷിയിലും സ്വയം പര്യാപ്തത കൈവരിക്കാനൊരുങ്ങുകയാണ് കർഷകർ. ന്യൂസ് 18 കോതമംഗലം. നെൽകൃഷി വ്യാപകമാക്കാൻ ഒരു കൂട്ടം കർഷകർ നടത്തുന്ന ശ്രമത്തെക്കുറിച്ചാണ് ഇനി. തിരുവനന്തപുരം നെട്ടുകാൽത്തേരി കള്ളിക്കാട്ടാണ് വർഷങ്ങളായി തരിശുകിടന്ന ഭൂമി പാട്ടത്തിനെടുത്ത് നെൽകൃഷി നടത്തുന്നത്. ആദ്യ തവണ പരാജയപ്പെട്ടെങ്കിലും ഇക്കുറി ഗംഭീര വിളവാണ് ലഭിച്ചത്. കതിര് കർഷക സംഘത്തിലെ 13ഓളം അംഗങ്ങളാണ് നെൽകൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമവുമായി മുന്നിട്ടിറങ്ങുന്നത്. വർഷങ്ങളായി തരിശുകിടന്ന ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷിയോഗ്യമാക്കിയാണ് കൃഷി. നെൽകൃഷി ആരംഭിച്ച ആദ്യ തവണ പരാജയപ്പെട്ടുവെങ്കിലും തുടർന്ന് നടത്തിയ കൃഷിയിൽ ഇത്തവണ മികച്ച വിളവാണ് ലഭിച്ചത്. നെട്ടുകാൽത്തേരിയിലെ തുറന്ന ജയിലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് കൃഷി. വനഭൂമിയുടെ അറ്റത്ത് കിടക്കുന്ന പ്രദേശമായതിനാൽ വന്യമൃഗ ആക്രമണത്തെ പ്രതിരോധിച്ച് നടത്തുന്ന കൃഷി ഏറെ ശ്രമകരമാണ്. രാത്രികാലങ്ങളിൽ കാവൽ കിടന്നാണ് നെല്ല് വിളയിച്ചെടുത്തത്. കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി പ്രദേശമാകെ നെൽകൃഷി വ്യാപിപ്പിക്കാനാണ് അടുത്ത ലക്ഷ്യം. ഇവിടെ പ്രത്യേകിച്ച് ഇതൊരു തരിശു ഭൂമിയായിരുന്നു, ഒരു ഉപയോഗശൂന്യമായിട്ട് കിടന്നൊരു ഭൂമിയായിരുന്നു. ഞങ്ങൾ പാട്ടത്തിന് ചോദിച്ചപ്പോൾ ഉടമ വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് അത് പാട്ടത്തിന് തന്നു. അദ്ദേഹത്തിന് ഇപ്പോഴും വളരെ സന്തോഷമാണ് ഞങ്ങൾ ഇത്തരത്തിൽ കൃഷി ചെയ്തതിൽ. ആദ്യത്തെ കൃഷിയൊക്കെ ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു, എന്നാൽ ഇപ്പോൾ നല്ല വിളവുണ്ട്. ഞങ്ങൾ തുടർന്ന് ഈ കൃഷി ചെയ്യാനായിട്ടൊക്കെ ഞങ്ങൾ താല്പര്യപ്പെടുന്നു.
ഇനിയും ഞങ്ങൾക്ക് ഇത് മുമ്പോട്ട് പോകണമെന്നാണ് തന്നെയാണ് ആഗ്രഹം. കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഞങ്ങൾക്ക് പുറത്തിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ചെറിയ ഒരു സബ്സിഡി മാത്രമാണ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞങ്ങളുടെ സ്വന്തം പണിയാണ്. കളയലും ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ 9 പേരും കൂടെ ചേർന്നാണ് ചെയ്യുന്നത്. നെൽകൃഷി കൂടാതെ ഇവർ വിവിധയിനം പച്ചക്കറി കൃഷിയും നടത്തിവരുന്നു. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയായതിനാൽ ഗ്രാമത്തിലെ ജനങ്ങളും വലിയ പിന്തുണയാണ് നൽകുന്നത്. ഗ്രാമത്തിൽ തരിശായി കിടക്കുന്ന കൂടുതൽ പ്രദേശങ്ങൾ കണ്ടെത്തി അവ കൃഷിയോഗ്യമാക്കാനുള്ള പ്രയത്നത്തിലാണ് ഈ സംഘം. ന്യൂസ് 18 കള്ളിക്കാട്. ചുമർ ചിത്രങ്ങൾക്ക് എപ്പോഴും പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ വടകരയിലെ കാർത്തികപ്പള്ളി ദേവീക്ഷേത്രത്തിന്റെ ചുമരുകളെ വർണ്ണവിസ്മയമാക്കിയിരിക്കുകയാണ് 5 ചിത്രകാരികൾ. 18 ദിവസം നീണ്ടുനിന്ന പെയിന്റിംഗിലാണ് ക്ഷേത്ര ചുമരുകൾ ചിത്രങ്ങളാൽ നിറഞ്ഞത്. മന്ദംപ്രത്തെ ക്ഷേത്രഭിത്തികളിൽ കാണാം യുവതികളുടെ കലാവിരുത്. കേരള മ്യൂറൽ പെയിന്റിംഗ്. 18 ദിവസം നീണ്ട പെയിന്റിംഗിൽ ക്ഷേത്രവിശ്വാസങ്ങളും ആചാരങ്ങളും പകർത്തപ്പെട്ടിരിക്കുന്നു. മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഇവർ അമ്പിളി വിജയന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രഭിത്തികളിൽ നിറം പകർന്നത്. സാധാരണയായിട്ട് ഇതൊരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ട്രഡീഷണലി. അത് കഴിഞ്ഞ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള പുരുഷന്മാരാണ് മുഖപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇതിനകത്ത് കയറുക എന്ന് പറയുന്നത് കുറച്ചൊരു ആയോധനയും കൂടെ ഇതിനകത്തുണ്ട്. കുറച്ച് ടഫാണ് ഇതിൻ്റെ ഉള്ളിലുള്ള അഴികൾക്കിടയിലൂടെ പോകുക എന്ന് പറയുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് സ്ത്രീകൾ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ തന്നെ സ്ത്രീകൾ ആദ്യമായിട്ടാണ് ഈ ഒരു മേഖലയിൽ കൈവയ്ക്കുന്നത്. പക്ഷേ അത് ചെയ്തു തുടങ്ങിയത് മുതൽക്ക് ഞങ്ങൾക്ക് തോന്നുന്നു ഇത് സ്ത്രീകളാണ് കുറച്ചും കൂടെ, അവരുടെ ബോഡി കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഈ മേഖലയിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഇനിയും കൂടുതൽ സ്ത്രീകൾ വരണം എന്നുള്ളൊരാഗ്രഹം കൂടിയുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരാശയം കൂടെ തോന്നി. രചന, സ്വാതി, അനശ്വര, ഹരിത എന്നിവരാണ് മറ്റ് സംഘാംഗങ്ങൾ. ക്ഷേത്ര കമ്മിറ്റി നൽകിയ പിന്തുണയാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് ഇവർ പറയുന്നു. മറ്റ് ക്ഷേത്ര കമ്മിറ്റികളും ഇവരെ മ്യൂറൽ പെയിന്റിംഗിനായി സമീപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 വടകര. മതമൈത്രിയുടെ പ്രതീകമാക്കുകയാണ് കാസർകോട്ടെ പെരുമ്പട്ട ഗ്രാമം. തെയ്യക്കാലമായതോടെ പള്ളികളിൽ ചെന്ന് മുസ്ലിം സഹോദരങ്ങൾക്ക് ഇളനീർ സാദം നൽകുകയാണ് പതിവ്. ഇടക്കാലത്ത് മുടങ്ങിയ കളിയാട്ടം പുനരാരംഭിച്ചതു മുതൽ സാഹോദര്യ സന്ദേശവുമായി ഈ ചടങ്ങും മുടക്കമില്ലാതെ തുടരുന്നുണ്ട്. താഴത്തിടം പാടർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന്റെ സമാപന ദിവസം വിഷ്ണുമൂർത്തി തെയ്യം മുനീറുൾ ഇസ്ലാം ജുമാ മസ്ജിദിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. അത് മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചരിത്ര നിമിഷങ്ങളിലൊന്നാണ്. മുസ്ലിം സഹോദരങ്ങൾക്ക് ഇളനീർ പ്രസാദം നൽകിയാണ് തെയ്യം പള്ളിയിൽ നിന്നും മടങ്ങുന്നത്. വാങ്കുവിളികളാൽ മുഖരിതമായ പള്ളിക്കുള്ളിലെ മഖാമിന് മുന്നിൽ തടിച്ചുകൂടിയ പുരുഷാരവത്തിന് അനുഗ്രഹവും ഒപ്പം സാഹോദര്യത്തിന്റെ സന്ദേശവും ചൊരിഞ്ഞാണ് വിഷ്ണുമൂർത്തി തെയ്യം പടിയിറങ്ങുക. പെരുമ്പട്ട ഗ്രാമം ഒന്നടങ്കം തെയ്യാട്ടക്കാവുകളിലെ ആ വേറിട്ട ആചാരത്തിന് സാക്ഷ്യം വഹിക്കും. 3 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന കളിയാട്ടത്തിന്റെ സമാപന ദിവസമാണ് ക്ഷേത്രത്തിൽ കെട്ടിയാടിയ പരദേവത സമീപത്തെ മുനീറുൾ ഇസ്ലാം ജുമാ മസ്ജിദിൽ സന്ദർശനം നടത്തുക. ഇക്കുറിയും ആചാരം മനോഹരമായി തന്നെ നടപ്പാക്കി. ഏറെക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ഇവിടുത്തെ കളിയാട്ടം 9 വർഷം മുൻപാണ് പുനരാരംഭിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. ആലംബഹീനർക്ക് താങ്ങാകുക നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുന്ന കുറച്ചു കുട്ടികളുണ്ട് പുനലൂരിൽ. പുനലൂർ ആശാഭവനിലെ അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പുകയാണ് പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ. സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് നടപ്പിലാക്കുന്ന ഒരു വയറൂട്ടാം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ആശാഭവനിലെ അന്തേവാസികൾക്ക് ഭക്ഷണ വിതരണം നടത്തുന്നത്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. അധ്യാപകരുടെയും PTA-യുടെയും സഹകരണത്തോടുകൂടിയാണ് പദ്ധതി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന് PTA പ്രസിഡന്റ് പറഞ്ഞു. അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ഒരു ഭക്ഷണം
നമ്മുടെ ഇവിടെ ആശാഭവനിൽ എത്തിക്കുന്ന ഒരു ചടങ്ങ് കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി നമുക്കറിയാം, ചെയ്യാവുന്ന ഒരു സഹായം ഇത്തരം ഒരു സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ് പോലും യാതൊരുവിധ സഹായവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ കൊണ്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ SPC യൂണിറ്റ് നൽകുന്ന ഒരു സ്നേഹ പദ്ധതിയാണ് ഒരു വയറൂട്ടാൻ എന്ന പദ്ധതി. സ്റ്റുഡന്റ് പോലീസ് നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികൾക്കൊപ്പം ഒരു വയറൂട്ടാം പദ്ധതി ഏറെ പ്രാധാന്യത്തോടുകൂടിയാണ് നടപ്പിലാക്കി വരുന്നത് എന്നും എല്ലാ കേഡറ്റുകളുടെയും പങ്കാളിത്തമാണ് പദ്ധതിയെ വൻ വിജയമാക്കുന്നതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. തിങ്കളാഴ്ച ദിവസം സീനിയേഴ്സും വ്യാഴാഴ്ച ജൂനിയേഴ്സ് എന്ന രീതിയിൽ കൊണ്ടുവരും. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഫുഡ് കൊണ്ടുപോകുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു പൊതിയും കൂടെ ഇവർക്കായിട്ട് കൊണ്ടുവരും. അപ്പോൾ ഇത് ഞങ്ങൾക്ക് പറ്റുന്ന അത്രയും കാലം തുടരും. പ്രധാന അധ്യാപകൻ ശശിധരൻ പിള്ള, PTA പ്രസിഡന്റ് രാജി സജി, CPO മോനി എന്നിവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് 18 പുനലൂർ. പാഴ്ത്തുണികൾ ഉപേക്ഷിക്കാനും നശിപ്പിക്കാനുമുള്ളതല്ലെന്ന് പഠിപ്പിക്കുകയാണ് കോഴിക്കോട് മണിയൂർ പഞ്ചായത്ത്. പാഴ്ത്തുണികൾ ഉപയോഗിച്ച് ചവിട്ടി നിർമ്മിക്കുകയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ. ഇതിലൂടെ വരുമാനത്തിനും വഴിയൊരുക്കുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. കണ്ണൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജീസുമായി സഹകരിച്ചാണ് പാഴ്ത്തുണികളിൽ നിന്ന് ചവിട്ടി നിർമ്മിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. മണിയൂർ പഞ്ചായത്തിന്റെ നാനോ കാർപ്പറ്റ് വീവിംഗ് യൂണിറ്റ് വഴി നടപ്പാക്കും. കൂടുതൽ യന്ത്രം നിർമ്മിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകാനാണ് പഞ്ചായത്ത് ആലോചിക്കുന്നത്. പഴകിയ തുണികൾ സ്ട്രിപ്പുകളാക്കി ഉപകരണത്തിൽ വെച്ച് തയ്ച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതൊരു 10-20 വീടുകൾ സ്ഥാപിച്ചാൽ പോലും 20 സാധാരണക്കാർക്ക് ഇത്രയും പെട്ടെന്ന് തൊഴിൽ ലഭിക്കാൻ പറ്റുന്ന സംവിധാനമായിട്ടാണ്. ഒന്ന്, ഇത്തരം പഴകിയ വസ്തുക്കൾ നല്ല നിലക്ക് നിർമ്മാർജ്ജനം ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ തൊഴിൽ സാധ്യത ഉണ്ടാക്കാൻ പറ്റും. ചവിട്ടി വ്യാപകമായി നമ്മളെ വീടുകളിൽ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും. വീവിംഗ് യൂണിറ്റ് നിർമ്മിച്ചത് മണിയൂരിലെ ഒരു വെൽഡിംഗ് സ്ഥാപനത്തിൽ നിന്നാണ്. പാലക്കാട് ചാലിശ്ശേരിയിൽ നടക്കുന്ന പഞ്ചായത്ത് ദിനാഘോഷത്തിൽ വീവിംഗ് യൂണിറ്റ് പ്രദർശിപ്പിക്കും. എല്ലാത്തരം തുണികളും ഈ ചവിട്ടി നിർമ്മിക്കാൻ പ്രയോജനപ്പെടുത്താനാകും. ന്യൂസ് 18 വടകര. സംസ്ഥാനത്തെ ദേശീയപാത വികസനത്തിൽ കുതിക്കുകയാണ് കാസർഗോഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ പാലത്തിന്റെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ്. 1 കിലോമീറ്ററിലധികം നീളം വരുന്ന പാലം അടുത്ത വർഷം ഏപ്രിൽ പകുതിയോടെ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ. നഗരത്തെ ശ്വാസം മുട്ടിക്കുന്ന കറന്തക്കാട് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ നീളുന്ന 1.16 കിലോമീറ്റർ ദൂരത്തിലാണ് മേൽപ്പാലം നിർമ്മാണം. 29 തൂണുകളിലായി 27 മീറ്റർ വീതിയിലാണ് റോഡ് പാലം നിർമ്മിക്കുന്നത്. 8 മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന തൂണുകളിൽ പ്രത്യേക രീതിയിലാണ് റോഡ് പാലം പണിയുക. അടുത്ത മാസം അവസാനത്തോടെ കോൺക്രീറ്റ് ആരംഭിച്ച് അടുത്ത ഏപ്രിൽ പകുതിയോടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. നിലവിലുള്ള റോഡിന്റെ 8 മീറ്ററോളം ഹൈറ്റിലാണ് ഈ പാലം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുകളിലത്തെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലെയിന് പോകാനുള്ള വീതിയാണ്. അതായത് 27 മീറ്റർ വീതി ഇതിന്റെ മുകൾ ഭാഗത്തിലുണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ 2024 11th ഏപ്രിൽ 2024 കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒറ്റത്തൂണിന് മുകളിൽ സ്ലാബ് നിൽക്കുന്ന രീതിയിലാണ് പാലത്തിന്റെ ഘടന. അതുകൊണ്ട് തന്നെ കീഴ്ഭാഗത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കാനാകും. ഇരുവശത്തും 7 മീറ്റർ വീതിയിൽ സർവീസ് റോഡ് കൂടി വരുന്നതോടെ നഗരത്തിലെ ഗതാഗതക്കുരുക്കിനും ശാശ്വത പരിഹാരമാകുമെന്നാണ് കണക്കാക്കുന്നത്. തലപ്പാടി ചെങ്കള റീച്ചിൽ നിർമ്മാണം അതിവേഗമാണ് പുരോഗമിക്കുന്നത്. ഇതുവരെ 27% പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് ചെങ്കളയിൽ അവസാനിക്കുന്നതാണ് 1ാം റീച്ച്. 39 കിലോമീറ്റർ ദൂരമുള്ള ഈ റീച്ചിന്റെ പ്രവൃത്തി 1703 കോടി രൂപയ്ക്ക് കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. നാട്ടിൻപുറം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.